ഹലോ, നമുക്കിന്ന് വെട്ട് കേക്ക് ഉണ്ടാക്കിയാലോ? ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന വെട്ട് കേക്ക് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ടും നല്ല ഹെൽത്തി ആയിട്ടും നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിച്ചുകൂടാ. എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അതിന് വേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 500 ഗ്രാം മൈദ, 500 ഗ്രാം റവ, രണ്ടും ഒരേ പോലെ തന്നെ എടുത്താൽ മതി. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. പൊടിക്കാതെയും ചേർത്ത് കൊടുക്കാം. പിന്നെ 2 സ്പൂണ് ഏലക്ക പൊടിച്ചത് കേട്ടോ. അതിലേക്ക് പിന്നെ ഈ മാവ് നമുക്ക് ചപ്പാത്തി രൂപത്തിൽ, ചപ്പാത്തിൻ്റെ മാവ് കുഴക്കൂലേ, ആ ഒരു രൂപത്തിലാണ് നമുക്ക് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട ഞാൻ ആദ്യം 2 മുട്ട ചേർത്തു. പിന്നെ മാവ് കുഴക്കണ രൂപത്തിൽ ഒരു 4 മുട്ട ടോട്ടൽ ചേർത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പൊടിക്കനുസരിച്ചിട്ടുള്ള മുട്ട ചേർത്തിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യ് കൂടെ ചേർത്തിട്ട് കുഴക്കുക. നല്ലോണം ചപ്പാത്തിക്ക് കുഴക്കണ രൂപത്തിൽ കുഴച്ചിട്ട് നമ്മൾ ഇതേപോലെ 2 പാർട്ടാക്കി എടുത്തിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുക. നല്ലോണം നൈസായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടി തന്നെ പരത്തണം കേട്ടോ. നൈസായിട്ട് പരത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊന്തി കിട്ടൂല. പിന്നെ വലുതാക്കിയിട്ട് ഷോപ്പിൽ നിന്ന് കിട്ടണ പോലെ വലിയതാക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കുറച്ച് കട്ടിയിൽ നമ്മൾ പരത്തിയെടുക്കുക. അല്ല ചെറുതായിട്ട് മതിയെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നൈസാക്കി കൊടുക്കുക. അങ്ങനെ നൈസാക്കി പരത്തിയെടുത്തിട്ട് ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് പിന്നെ ഒരു ചതുരത്തിൽ നമ്മൾ ഓരോ വെട്ട് കേക്കിൻ്റെ രൂപത്തിൽ ചതുരത്തിൽ ഇങ്ങനെ വെട്ടിക്കൊടുക്കുക കത്തി കൊണ്ടിട്ടാ. പിന്നെ ഇത് ഉണ്ടാക്കാനൊരു കാരണം കൂടെ ഉണ്ട്. എൻ്റെ മോന് ഗൾഫിലാണ്, അവർക്ക് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടും കൂടാണ് ഞാനിത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്നുള്ള രീതിയിൽ വീഡിയോ എടുത്ത് വെച്ചതാണ്. ഇതേപോലെ ചതുരത്തിൽ വെട്ടിയിട്ട് അതിൽ നിന്ന് ഓരോ പീസ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കത്തി കൊണ്ട് ഓരോ ഇതേപോലെ കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് വെട്ട് കേക്ക് ആയി കിട്ടുക. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് മിസ്റ്റേക്സൊക്കെ ഉണ്ടാവും വീഡിയോ എടുക്കണതിൽ. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതാണ്, അതേപോലെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ടാണ് ഇടുന്നത്. എനിക്കറിയുന്ന രൂപത്തിലാണ് ഞാൻ എടുത്തിടുന്നത്. എല്ലാവരും സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ അപ്പോൾ നമ്മൾ നല്ലോണം മൊരിഞ്ഞ് കിട്ടുന്നുണ്ട്, വെന്ത് കിട്ടുന്നുണ്ട് കേട്ടോ. തീ എപ്പോഴും കുറച്ച് വെച്ചിട്ട് പിന്നെ പൊരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നല്ല അടിപൊളിയായിട്ട് വെട്ട് കേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടാ. അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള നല്ല മുരുമുരാ ഉള്ള വെട്ട് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതേപോലെ വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതാണ് കേട്ടോ. ഇനി വേറൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ.